സാഹിബ് ഇവിടെ. പോലീസിനെ കൊണ്ടുവന്നു കരുതി രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. वो भाग गया, मेरे आदमी को मार डाल के वो भाग गया। कौन? मेजर नायर। Wanted, dead or alive, Major N.B. Nair. Reward, rupees 10,000. Major N.B. Nair. നായരെ കൊന്നോ ജീവനോടെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10,000 രൂപ ഇനാം. എന്താടോ ദേവയ്യ, നോക്കുന്നോ? ഞാനും തരാം ഒരു 10,000. 10ഉം 10ഉം 20,000 രൂപ. സാറിന് എത്ര പേരെ വേണം? ഞാൻ പിടിച്ചു തരാം. നിങ്ങളൊക്കെ എന്താ മൂടിയായിരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ആന്റണി വെറും ഒരു ഫ്രണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എന്റെ അനുജത്തിയുടെ തോരാത്ത കണ്ണീരിന് കാരണക്കാരനായവനെ, അവളുടെ ജീവിതം തകർത്തവനെ 10 അല്ല 10,000 അല്ല, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും ഞാൻ വെറുതെ വിടില്ല. കുമാർ സാർ പറയും, ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ. ഊണിലും ഉറക്കത്തിലും കൂടെ ഉണ്ടായിരുന്ന നിരപരാധിയായ ഒരുത്തനെ ഇത്ര ക്രൂരമായി കൊല ചെയ്ത ആ നായര് വെറുതെ വിടണമെന്ന്. അതിന് നായർ എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? പോലീസിന് പോലും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടും കാര്യമില്ല. നിങ്ങൾക്കറിയോ, 1971 ഇന്ത്യ പാക് വാറിൽ എല്ലാ റഡാറുകളുടെയും കണ്ണുവെട്ടിച്ച് ലോകത്തെ പോലും ഒരു നിമിഷം ഞെട്ടിച്ചുകൊണ്ട് കറാച്ചി പോർട്ടിൽ ഇന്ത്യ ബോംബിട്ടു. That was a one-man army commando operation. That man
That commando was Nair, one of the best commandos in India. അയാളെ ഇവിടുത്തെ പോലീസുകാരെ എങ്ങനെ പിടിക്കാനാ? പക്ഷേ അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കേ സാധിക്കൂ. അതിർത്തി കടന്ന് പോയിട്ടുണ്ടെങ്കിലോ? അതുണ്ടാവാൻ വഴിയില്ല. കാരണം രൂപത്തിലും ഭാവത്തിലും നടപ്പിലും എടുപ്പിലും അടിമുടി പട്ടാളക്കാരനായ ഒരാൾ ഏത് അയൽ രാജ്യത്ത് ചെന്നാലും സംശയിക്കപ്പെടും. ചാരനെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാം. അത് മാത്രമല്ല, ഒരുപാട് സെന്റിമെന്റ്സ് നായർക്ക് ഈ മണിനോടുണ്ട്. അയാൾ കാശ്മീർ വിട്ടു പോവില്ല. എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഞാനിവിടെ ഇങ്ങനെ താമസിക്കുന്നത് നിനക്കും ഇവർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്, റിസ്ക്കുമാണ്. ഒന്നുമില്ല, ദൈവമാണ് ഇവരെവിടെ എത്തിച്ചത്. മലയുടെ അങ്ങേ ചരിവില് ഈ മഞ്ഞില് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. നല്ല മനുഷ്യരാ. കാശ്മീരിൽ വന്ന കാലം മുതലേ ഇവരെ എനിക്കറിയാം. ഇവിടെ താമസിച്ചാ മതി, ആരും അറിയില്ല, ആരും വരില്ല. വേണ്ട രാധേ, എന്നെ ഒളിപ്പിച്ചു വെച്ചതിന്, സംരക്ഷണം തന്നതിന് അവരുകൂടെ ശിക്ഷിക്കപ്പെടും. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. പേരും പടവും വെച്ച് നാടായ നാട് മുഴുവനും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പോലീസും അന്വേഷിക്കുന്നുണ്ട്. 2 കൊലപാതകങ്ങള്, ആന്റണി ആ കുമാറിന്റെ ആളും. പിന്നെയും എന്തൊക്കെയോ കുറ്റങ്ങൾ. മയക്കുമരുന്ന് കടത്തിയെന്നോ ചാരനാണെന്നോ. സാറ്റിലെ ട്രെയിനീസ് പോലും തെളിവെടുപ്പിന് അങ്ങനെ മൊഴി കൊടുത്തത്. ഇനി പോവുകയാണെങ്കിൽ കാശ്മീർ വിട്ടുപോണം. ആരും തിരിച്ചറിയാത്ത എങ്ങോട്ടെങ്കിലും. ഇല്ല, കാശ്മീർ വിട്ട് ഞാൻ പോവില്ല. മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കണം. എന്റെ സാവിത്രി അടക്കി ഇതേ മണ്ണിൽ കിടന്നു. പക്ഷേ അതിനു മുമ്പ് കുമാറിന്റെ കയ്യിൽ നിന്ന് എന്റെ പിള്ളേരെ രക്ഷിക്കണം. അവരെ വഴിതെറ്റിച്ചതിന്, എന്റെ ജീവിതം തകർത്തതിന്, പാവം ആന്റണിയെ കൊന്നതിന്, പിടിക്കപ്പെടുന്നതിന് മുമ്പ് കുമാറിനെ ഞാൻ കൊന്നിരിക്കും.